കല്ലുകുന്നിലെ അസ്സിപ്പടി റോഡിനോട് നഗരസഭാ അധികൃതർ കാണിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെ കട്ടപ്പന നഗരസഭയിലെ LDF കൗൺസിലർമാർ നിരാഹാര സമരം നടത്തി. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജ് തോമസ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭ ഓഫീസിന് മുന്നിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് LDF കൗൺസിലർമാർ നിരാഹാര സമരം നടത്തിയത്. 2018 പ്രളയത്തിൽ തകർന്ന റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് മന്ത്രി റോഷി അഗസ്റ്റിൻ 47 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ നഗരസഭയുടെ കെടുകാര്യസ്ഥത മൂലം മണ്ണ് പരിശോധന അടക്കമുള്ള നടപടികൾ വൈകി. ഇതോടെ മാർച്ച് 31 അനുവദിച്ച തുക നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. ഇതിനെതിരെയാണ് LDF നിരാഹാര സമരം നടത്തിയത്. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ആ കെട്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയോ അപകടകരമായിട്ടുള്ള ഒരു 3, 4, 5 വീടുകൾ ആ റോഡിന് മുകളിൽ ഉണ്ട്. ആ റോഡും കൂടി ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ വീടുകളെല്ലാം അപകടാവസ്ഥയിലാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത്രയും ഗൗരവകരമായിട്ടുള്ള കാര്യത്തിൽ ഇത്രയും വലിയ അനാസ്ഥ കാണിക്കുക എന്ന് പറയുന്നത് ഇത് ഈ മുനിസിപ്പാലിറ്റി പഠനം നടത്തുന്ന ആർക്ക് വേണ്ടിയാണ് പഠനം നടത്തുന്നത്? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല പഠനം നടത്തുന്നത്. പണം കൊണ്ടായിട്ടും അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ ഉപയോഗിക്കാതെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്ത കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥത നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അധികമാണ്. ഇതിനെതിരെ ജനങ്ങൾ ഉണരേണ്ടതായിട്ടുണ്ട്. നമുക്ക് സമരത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ LDF നേതാക്കളായ മാത്യു ജോർജ്, MC ബിജു, TGM മണിക്കൽ, CR മുരളി, സാബു പുത്തൻവീട്ടിൽ, സിബി സുരേഷ്, സുരേഷ് കൂത്രപ്പള്ളിൽ, റോഷൻ ചൂപ്പുങ്കൽ, മജീഷ് ജാക്കബ്, നജീം മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. കൗൺസിലർമാരായ ഷാജി കൂത്തോടി, ബിനു കേശവൻ, ധന്യ അനിൽ, ഷാജി തങ്കച്ചൻ, ബിന്ദുലത രാജു, നിഷ PM എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.